ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. പുറം ഭാഗം നല്ല മൊരിഞ്ഞിട്ടിരിക്കുന്ന, അകംഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ കൈ പൊള്ളാണ്ടിരിക്കാനുള്ള ഒരു ടെക്നിക്കും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടിയിട്ട് ഉഴുന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പ് ഉഴുന്ന് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 ഉഴുന്നുവട വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിത് ആദ്യം നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു 2 മണിക്കൂർ വരെ ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അരച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് ചേർത്തിട്ട് വളരെ സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ടിരിക്കണം ഈ ഒരു ബാറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ശരിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലോട്ട് ഒരു ചെറിയ പീസ് ഇതേപോലുള്ളൊരു ബാറ്റർ അതിലോട്ട് ഇട്ട് നോക്കുന്ന സമയത്ത് അത് താഴെ പോയിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി മേലോട്ട് വരും. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഇത് നല്ലപോലെ അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്റർ ആ വെള്ളത്തിൻ്റെ താഴെ തന്നെ നിൽക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ മാറ്റി വെച്ചാലേ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ക്രിസ്പി ആയി കിട്ടാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒരു 4 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ നല്ല ഫെർമെൻ്റായിട്ട് കിട്ടും. അങ്ങനെ ഫെർമെൻ്റായി കിട്ടിയാലേ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ഉള്ളിയും അതേപോലെ പച്ചമുളകും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ലൂസായിട്ട് പോകും. നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതിലോട്ട് ഒരു 1/4 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 2 പീസ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ചേർത്തത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നാലേ എല്ലാ ഭാഗത്തും അതൊന്ന് ശരിക്ക് പിടിച്ചു കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പുറത്ത് വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു വട ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇത് ശരിക്കും ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഒരു ഉഴുന്നുവട എങ്ങനെ ഷേപ്പായിട്ട് എടുക്കുക എന്നുള്ളൊരു മെത്തേഡ് കാണിച്ചു തരാം. ഞാൻ ഒരു ബൗൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു ബൗൾ വെള്ളത്തിൽ നല്ലപോലെ കൈ ഡിപ്പ് ചെയ്തിട്ട് കൈ നല്ലപോലെ വെറ്റാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉഴുന്നുവടയുടെ ബാറ്റർ നമ്മുടെ കയ്യിലൊക്കെ പറ്റിപ്പിടിച്ച് വൃത്തികേടായി പോവും. അപ്പോൾ എന്നിട്ട് വേണം നല്ലപോലെ വെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ബോള് ഉഴുന്നുവടയുടെ എടുത്തതിന് ശേഷം 2 കൈയിലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്തും കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അത് പതുക്കെ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. ഇട്ട് കൊടുക്കുകയും നമ്മളത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല പെട്ടെന്ന് ഗോൾഡൻ കളറാവും, അകംഭാഗം വേവത്തുമില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ചൂട് അധികം നിന്നിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചൂടൊന്ന് കുറച്ച് കൊടുത്താൽ മതി.
കൈ പൊള്ളുന്ന പേടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പ എടുത്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെള്ളത്തിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഈ ഒരു അരിപ്പയുടെ മുകളിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ അതൊന്ന് എണ്ണയിലിട്ട് വെച്ച് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അരിപ്പയിൽ നിന്ന് വിട്ട് വന്നോളും. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അകംഭാഗം നല്ല സോഫ്റ്റാണ്, പക്ഷേ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉഴുന്നുവടയാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടമാവും. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.